ഒരെണ്ണെ കൺട്രോൾ ചെയ്യാൻ ക്യാമറ അങ്ങോട്ട് മാറിപ്പോയി. നമസ്കാരം സുഹൃത്തുക്കൾ, നമ്മൾ ചിറ്റാർ 86 മൂട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ കഴിഞ്ഞ ദിവസം രാത്രി, അതായത് കേരളത്തിൻ്റെ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ ഓരോ ദിവസവും രാത്രി മലയോര ജനങ്ങൾ അനുഭവിക്കുന്ന വിഷമതകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ പല ഭാഗത്ത്, കേരളത്തിൻ്റെ പല ഭാഗത്തും ആന ഇറങ്ങി ഒരുപാട് പേര് മരണം പറഞ്ഞിരിക്കുകയാണ്. എല്ലാവർക്കും അത് ആന ഇറങ്ങി ആരെങ്കിലും കൊന്നു കഴിയുമ്പോൾ ഒരു 10 ലക്ഷം രൂപ ഞങ്ങൾ കൊടുത്തു. ജനങ്ങളെല്ലാം നടുറോഡ് ഇറങ്ങുമ്പോൾ നേതാക്കന്മാർ മുന്നിൽ വരും. നേതാക്കന്മാർ മുന്നിൽ വന്നിട്ട് നടുറോഡ് ഇറങ്ങി 10 ലക്ഷം രൂപ, കേന്ദ്ര സർക്കാർ ഓൾറെഡി 10 ലക്ഷം രൂപ കൊടുക്കുന്നതാണ്. 10 ലക്ഷം രൂപ എന്ന ചെക്ക് കാണിച്ചിട്ട് ജനങ്ങളെ ശാന്തരാക്കുന്ന ഒരു പ്രവണതയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നിരന്തരം എന്നിട്ടും ഇത് പഠിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ 1 2 3 ഒരുപാട് ജനങ്ങളുടെ ജീവൻ പൊരിഞ്ഞു. 10 ലക്ഷത്തിന് ചെക്ക് കാണിച്ച് വീശി കാണിക്കുകയാണ് ഒരു പ്രവണത. അതിൽ ആ മരിച്ചവർക്ക് വീണ്ടും യാതൊരു രീതിയിലുള്ള ഒരു ധനസഹായം ഈ കേരളത്തിൻ്റെ ഗവൺമെൻറ് കൊടുക്കുന്നില്ലെന്ന് തന്നെ വേണം പറയാൻ. ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നൊന്നും കൊടുക്കുന്നില്ല. കാരണം ഇവിടുത്തെ ജനങ്ങൾ ഇവിടെ ജീവിക്കുന്നത് ഞങ്ങളെല്ലാം അച്ഛാ നികുതി കൊടുത്തല്ല ജീവിക്കുന്നത്. നികുതി കൊടുത്തല്ല ജീവിക്കുന്നത്. നമ്മുടെ നികുതിക്ക് വേണം, ഞങ്ങളുടെ നികുതി പണം കൊണ്ട് കേരളത്തിലെ ഫോറസ്റ്റുകാർക്ക് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരേണ്ടത് കേരളത്തിലെ ഫോറസ്റ്റുകാർ തന്നെയാണ്. അല്ലെങ്കിൽ പോലീസുകാർ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരണം. ഇന്നലെ രാത്രി ഇവിടെ ആന ഇറങ്ങി വന്നിട്ട് രാത്രി എത്ര തവണ പോലീസുകാരെ വിളിച്ചു? 3 തവണ വിളിച്ചു. പോലീസുകാരെടുത്തോ? ലാസ്റ്റ് വിളിച്ചെടുക്കും. എന്നിട്ട് നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾ കൺട്രോൾ റൂമിൽ വിളിച്ചല്ലേ? അദ്ദേഹം കൺട്രോൾ റൂമിൽ വിളിച്ചു. അവസ്ഥ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങളുടെ ജീവനും സ്വത്തിനും അതായത് വേണ്ട പ്രൊട്ടക്ഷനാണ് കൊടുക്കേണ്ടത്. ഫോറസ്റ്റുകാരെ പിന്നെ എന്തിനാണ് ഈ ചിറ്റാറിൻ്റെ ടൗണിൽ കൊണ്ട് വെച്ചേക്കുന്നത്? ഇവന്മാരെ കാട് സംരക്ഷിക്കണം, കാട്ടിലെ മൃഗങ്ങളെ സംരക്ഷിക്കണം. അല്ല ജനങ്ങൾ കഷ്ടപ്പെട്ട് നികുതി അടച്ചിട്ട് ഈ നാട്ടിൽ നിൽക്കുന്ന ജനങ്ങളെ ഓടിച്ചു വിടാനുള്ള ഒരു ഹിഡൻ അജണ്ടയുടെ പുറത്ത് കാണിക്കുന്ന തെമ്മാടിത്തരം എന്ന് തന്നെ പറയണം. തെമ്മാടിത്തരത്തിൻ്റെ ഒരു ഭാഗമാണിത്. ഇന്നലെ ഈ അച്ഛൻ ഒറ്റയ്ക്കാണ് ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത്. ഈ മനുഷ്യനെ ഇവിടെ കൊന്നിട്ട് പോയായിരുന്നെങ്കിൽ ആരെങ്കിലും സമാനം പറയുമായിരുന്നോ? അപ്പോൾ പറയുന്നതിനൊരു ഒരു മര്യാദ പറഞ്ഞ് മടുക്കുക അല്ലാതെ ഇവന്മാരെ ഹിഡൻ അജണ്ട പിടിച്ചുകൊണ്ട് കുറേ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മില്ലുകാരൻ ശത്രു. മില്ലുകാരൻ്റെ ഇപ്പോൾ ശത്രു എന്ന് പറഞ്ഞാൽ മുദ്ര കുത്തി വെച്ചിരിക്കുക ഫോറസ്റ്റുകാർ. ആണോ? മില്ലുകാരൻ പ്രശ്നക്കാരനാണ് ഉള്ളത് പറയുമ്പോൾ. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ 10 ലക്ഷം രൂപ സാധാരണപ്പെട്ട ജനങ്ങളെ കൊന്നിട്ട് കേന്ദ്ര സർക്കാർ 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. കേരള ഗവൺമെൻറ് എന്നാ ഇന്ത്യ കൊടുക്കുന്നത്? ഇത് പറയുമ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ പോലീസുകാരെ വെച്ചിട്ട്, പിണറായിയുടെ പോലീസുകാരെ വെച്ചിട്ട് ഇത് അടിച്ചമർത്തുന്ന ഒരു വൃത്തികെട്ട പ്രവണതയാണ് ഇത് കണ്ടുവരുന്നത്. ഇതൊരു ചീപ്പ് നാടകമാണ്. ഇലക്ഷൻ വരുമ്പോൾ മാത്രമേ ജനങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യും. ഇലക്ഷൻ കഴിയുമ്പോൾ വീണ്ടും ശങ്കരൻ തെങ്ങയെന്ന് പറഞ്ഞിട്ട് ഒരു പൂമാല ഇട്ട് കൊടുത്ത് പറഞ്ഞങ്ങ് വിടുവാണ്. ഇതാണ് ഈ നാട്ടിൽ നടക്കുന്നത്. ഇനിയെങ്കിലും ജനങ്ങൾ കണ്ണു തുറക്കണം, മനസ്സിലാക്കണം എന്താണ് ഇവിടെ നടക്കുന്ന ഓരോ പ്രവണതയും. നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ച് ഈ ഫോറസ്റ്റുകാരെ തിന്ന് വീർപ്പിക്കുന്നതിനും പകരം ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എടുക്കുന്ന കാശ് ജനങ്ങൾക്ക് കാരണം ജനങ്ങളുടെ പറമ്പ് നോക്കി അവർ നല്ല രീതിയിൽ കാട് പ്രൊട്ടക്ട് ചെയ്യും. ഇപ്പം തന്നെ ലോകത്ത് പല ഭാഗങ്ങളിൽ മരങ്ങൾ പ്രൊട്ടക്ട് ചെയ്യാനും അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. ആ പ്രൊട്ടക്ട് ഒരു മരം മുറിച്ച് കഴിഞ്ഞാൽ 10 മരം വെച്ച് പിടിപ്പിക്കുന്ന പല സ്കീമുകളും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇതുപോലുള്ള ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് പിരിച്ചു വിട്ടിട്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ജനങ്ങളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാണല്ലോ നാട് നന്നാവും. സത്യം വല്ലില്ല കല്ലിയൊല്ലി. സത്യങ്ങളൊക്കെ പറയുമ്പോൾ ഉണ്ടല്ലോ കണ്ട പ്രകൃതി വരെ അതിന് സപ്പോർട്ടാണ്. ഇത് ജനങ്ങളെ എങ്ങനെയും ഇവിടുന്ന് ഇറക്കി വിട്ടിട്ട് ഈ നാട് കുട്ടിച്ചോറാക്കിയത്. ഇപ്പം തന്നെ ഇവിടുത്തെ ഫോറസ്റ്റുകാർ കാണിക്കുന്ന പരിപാടി എന്താ?
ശരിക്കും പറഞ്ഞ് കാണിക്കുന്ന പരിപാടി എന്താ? വരും, 2 പടക്കം പൊട്ടിക്കും, അവരവരുടെ പാട്ടും. ആണോ ചേച്ചി? ആണോ ഞാൻ പറയുന്നതിന് തെറ്റുവല്ലോ ഉണ്ടോ? ഇപ്പോൾ ഈ കാണിച്ച് വെച്ചേക്ക് നോക്ക്. ഈ എത്ര നാൾ കൊണ്ട് കഷ്ടപ്പെട്ട ഈ സാമാനെല്ലാം വെച്ച് പിടിപ്പിച്ച്? ഈ രാത്രി ഈ ജനല് തല്ലിപ്പൊട്ടിച്ചു. ഇപ്പോൾ ഇന്നത്തെ വാർത്തയിലുണ്ട് കോന്നി കടുവ വന്നെന്ന്. വർഷങ്ങളായിട്ട് ഓടി കടുവ വരിക. കടുവ ഒന്ന് പിടിച്ചിട്ട് അതിനൊന്ന് റീലൊക്കേറ്റ് ചെയ്യാനോ ഒന്നും സാറുമാർക്ക് സമയമില്ല. 4-5 വർഷവും അതായത് വേറിറങ്ങിയിരിക്കുന്ന പല സാറുമാരും ഉണ്ട് കോന്നിയുടെ പ്രദേശത്ത്. അവരെ ഒന്നും തൊടാനൊക്കത്തുള്ള സാറുമാർക്ക് തൊട്ട് കഴിഞ്ഞാൽ സംഘടന അങ്ങ് ഒലത്തിക്കളയും. ഇതാണ് അവിടുത്തെ ഓരോ ഇത്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മില്ലുകാരൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. മില്ലുകാരൻ പ്രശ്നക്കാരനാണ്. സാറേ ഈ നിയമങ്ങളൊക്കെ ആർക്ക് വേണ്ടിയാണ് ഉണ്ടാക്കുന്നത്? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത് അല്ലേ? ജനങ്ങൾക്ക് വേണ്ടിയല്ലേ ഉണ്ടാക്കുന്നത്? നമുക്ക് വേണ്ടിയാണ് നിയമം ഉണ്ടാക്കുന്നത്. നമ്മുടെ ഒരു ആവശ്യത്തിന് ഇവനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ വരുമോ അച്ഛാ? വരുമോ? വരേണ്ടടുത്താവും വരണം. ഇവൻ നമ്മളെ സേവിക്കുന്നവനാണോ? ജനസേവകനാണ്. ജനങ്ങളെ സേവിക്കുന്നവരാണ്. അടുത്ത ഫോറസ്റ്റ് ആയാലും പോലീസായാലും. എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ ഒരു അവസ്ഥ. ഇന്ത്യയിൽ പല സ്ഥലത്തും ഞാൻ പോയിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. ഇതുപോലൊരു നാറിയ ഡിപ്പാർട്ട്മെൻറ്റ് പക്ഷേ വെറുത്തുപോയി ജനങ്ങൾ. സത്യം പറഞ്ഞാൽ ഓരോ ദിവസം കഴിയുന്നോറും പറയുമ്പോൾ എന്തുവാ, ഞങ്ങൾക്ക് നിയമമില്ല. ഞങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് ആ നാറികളെ നിങ്ങൾക്ക് ശമ്പളം തരുന്നത്. അത് നിങ്ങൾ ഓർമ്മ വേണം. ഈ പാവം പിടിച്ചാൽ ഇന്ന് ഇവിടെ കിടച്ച് എത്തായിരുന്നെങ്കിലോ? നീയൊക്കെ വന്നിട്ട് ഒരു 10 ലക്ഷത്തെ നോട്ട് എടുത്ത് കാണിച്ച് അവരെ പാവങ്ങളെ അങ്ങ് സൈലൻ്റ് ആക്കിക്കും. ആണോ? ഇത് പറയുന്നതിൻ്റെ ഒരു സ്വല്പമെങ്കിലും ഉളുപ്പെങ്കിലും തോന്നട്ടെ ഇവനുണ്ടെങ്കിൽ പറഞ്ഞു. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? എന്തൊരു തെറ്റുവല്ലോ ഉണ്ടോ ഞാൻ ഈ പറഞ്ഞതിനകത്ത്? കൊച്ചേ തെറ്റുവല്ലോ ഉണ്ടോ? ഇപ്പോൾ ഈ മനുഷ്യരെ അല്ല നിങ്ങളുടെ ഈ തൊട്ട് അയൽക്കോല എത്ര വീടുകളാണ് കിടക്കുന്നത്? 1, 2, 3 എത്ര വീടുണ്ടാവും ഇവിടെ? പറയുമ്പോൾ 10-15 വീടുണ്ട്. ഈ 15 വീട്ടിലെ ജനങ്ങളെല്ലാം താമസിക്കുന്നത്. ഇവരെല്ലാം ടാക്സ് കൊടുത്തല്ലേ ജീവിക്കുന്നത്. സഹായത്തിന് വന്നത് പള്ളിപ്പടിക്കൽ നിന്നുള്ള ആൾക്കാരാണ് വന്നത്. പള്ളിപ്പടിക്കലുള്ള ആൾക്കാരാണ് മുഴുവൻ രാത്രി മുഴുവൻ ഉണ്ടായിരുന്നത്. അയൽക്കത്തുള്ള ആളുകൾ മുഴുവൻ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് താമസിക്കുന്ന വീട്ടുകാര്, പിന്നെ അങ്ങോട്ടുള്ള ആൾക്കാർ, പുറത്തുനിന്നുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. വന്നപ്പോഴത്തേക്കും ഫയർഫോഴ്സ് മറ്റേ ഫോറസ്റ്റുകാർ ഇവിടെ വന്നു. അവിടെ കൊണ്ടുപോയി. അപ്പോൾ ആന അവിടെ അങ്ങോട്ട് മാറിയായിരുന്നു. മര്യാദയ്ക്ക് റേഞ്ച് ഓഫീസർ ഇവിടെ വന്നപ്പോൾ റേഞ്ച് ഓഫീസറോട് പറഞ്ഞു, സാറേ ഇവിടെ നൈറ്റ് പെട്രോളിംഗ് വരുത്തണം, ആനയെ ഓടിക്കാനുള്ള പരിപാടികൾ ചെയ്യണം. ഉടനെ അവർക്ക് അവിടെ കുഴിയെടുക്കാനൊക്കത്തില്ല. നാട്ടുകാരുടെ നെഞ്ചത്ത് നാട്ടുകാരുടെ കൃഷി കളഞ്ഞും നാട്ടുകാരുടെ കാര്യം ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. നിങ്ങളുടെ മൃഗത്തെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം. ആണോ? ഒരു തെങ്ങ്, കഷ്ടപ്പെട്ടൊരു തെങ്ങ്, ഈ തെങ്ങ് ഇത് വളർന്നു വരുമ്പോൾ എത്ര ആളെടുക്കും ഈ തെങ്ങ് വളർന്നു വരുന്നതാണോ? 700 രൂപയാണ് കൊടുക്കുന്നത് ഒരു തെങ്ങ് വളർന്ന് കഷ്ടപ്പെടുത്തി ചെയ്യുന്നത്. എന്തോ ചെയ്യാനാന്ന് നോക്കിയോണേ. ഇന്നലെ ഇത് വന്ന് അടിച്ചു പൊട്ടിച്ച് ഊരകള. അത് തന്നെ ഒരു കൃഷി പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. ഇവരുടെ ഹിഡൻ അജണ്ടയാണ് ഇവിടെ ജനങ്ങളെ ഇറക്കി വിടണമെന്ന്. വേറൊരു വിഷയം കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇവിടുത്തെ അതായത് വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള സംഘർഷത്തെ പഠിക്കാൻ വേണ്ടി ഒരു വിദേശ വനിതയെ കൊണ്ട് വെച്ചിരിക്കുക സാറുമാർ. നമ്മുടെ നികുതിപ്പണം കൊടുത്ത് നമ്മൾ കൊടുക്കണം പുട്ടടിക്കാൻ കാശ്. ഇതുവരെ ഞങ്ങളെ പുട്ടടിച്ചത് മതി. ഇനി ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വേറൊരു വലിയ ലെവലിലേക്ക് പോകും. ജനങ്ങളൊന്ന് മനസ്സിലാക്കി വീഡിയോ കാണുന്നതിന് മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഷെയർ ചെയ്ത് ജനങ്ങളുടെ കണ്ണ് തുറക്കുക. കാരണം സാധാരണപ്പെട്ട ഒരുപാട് പേര്, എത്രയെത്ര ആദിവാസികൾ, എത്രയെത്ര പാവങ്ങളെ ഈ ഫോറസ്റ്റുകാരന്മാരെ ക്രൂരകൃത്യക്ക് ഇരയായിട്ടുണ്ടെന്നറിയോ? എന്നിട്ട് കൊടുക്കുന്ന ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു ചെക്ക് എടുത്ത് ഇങ്ങനെ നീട്ടിക്കാണിക്കും, ആട്ടിക്കാണിക്കും. 10 ലക്ഷം ആരാ കൊടുക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ഓൾറെഡി ഇങ്ങനെ വിഷയം ഉണ്ടാവും കൊടുക്കുന്നുണ്ട്. നമ്മുടെ നികുതിപ്പണം ആർക്കാ പോണേ? പറ അച്ഛൻ പറ. ഗവൺമെന്റ് പോകണം. ഗവൺമെന്റാണ്, ഈ കേരള ഗവൺമെന്റാണ് കൊടുക്കേണ്ടത്. ഇവൻ നമ്മുടെ നികുതിപ്പണം ഉപയോഗിച്ചാണ് ഇമാർ ഈ ഫോറസ്റ്റുകാർക്ക് ശമ്പളം കൊടുക്കുന്നത്. എന്നിട്ട് പറയുന്നുണ്ടോ കേന്ദ്രത്തിൻ്റെ നിയമമാണ് പറയുന്നത്? എന്നാ ചെയ്യാനാണ് ഇവനോടൊക്കെ? എന്തോ പറയുന്നതിനൊരു ലിമിറ്റൊക്കെ ഇല്ലയോ? രാവിലെ പള്ളിയിൽ പോകുന്നവരുണ്ട്, സ്ഥലയ്ക്ക് പോകുന്നവരുണ്ട് അല്ലേ? രാവിലെ സ്ഥലയ്ക്ക് പോകുന്നവരുണ്ട്, വെട്ടുകാർ രാത്രി പോകുന്നവരുണ്ട്. ഇവർക്ക് തന്നെ കുടുംബമില്ല, ഇവരുടെ പൈസ അല്ലേ കൊടുക്കുന്നത്? എന്നാ പറയാനാ? സമയമാകുമ്പോൾ രാഷ്ട്രീയക്കാരെല്ലാം കൂടെ വന്നിട്ട് അവരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്ന് അവരവരുടെ കാര്യം നോക്കി പ്രശ്നങ്ങളുണ്ടാകല്ലേ? അണ്ടർ ടേബിൾ ഡീലാ സാറുമാരായിട്ട് ഞങ്ങൾ ഇങ്ങനെ പറയും. കഴിഞ്ഞ ദിവസം തന്നെ ചിറ്റാറിൽ ഒരു വലിയ പ്രഗത്ഭനായ വ്യക്തി വന്നിട്ട് വലിയ കീറുവാണം അടിച്ചു. ഇത് പറഞ്ഞ കൂടിപ്പോവും. വലിയ ഡയലോഗ് അടിച്ചു, പന്നിയെ കൊല്ലും, ഞങ്ങൾ വെട്ടിക്കൊല്ലും എന്ന് പറഞ്ഞ്. പാടത്ത് പന്നിയെ പിടിച്ച് കഴിഞ്ഞ് നാട്ടുകാരെ കൂടെ കൃഷി നശിപ്പിച്ച പാടത്ത് അതിൻ്റെ പിറ്റേ ദിവസം പാടത്ത് നാട്ടുകാരെ കൂടി പന്നിയെ തല്ലിക്കൊന്നു കഴിഞ്ഞപ്പോൾ അവർക്കെതിരെ കേസ്. ആർക്കെതിരെ കേസ് എടുക്കണ്ടേ? നേതാക്കന്മാർ, ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ ഞങ്ങളുടെ നികുതിപ്പണം യൂസ് ചെയ്തിട്ട് ഇവർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ അവർക്കെതിരെ ഈ സാധാരണപ്പെട്ട ജനങ്ങളെ പ്രവോക്ക് ചെയ്ത് അവരോട് പറഞ്ഞ് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചിട്ട് ഇപ്പോൾ നാട്ടുകാർക്കെതിരെ കേസ്. എങ്ങനെ ഇരിക്കുന്നു? ആര് മണ്ടന്മാർ? പൊതുജനം കഴുതകൾ ആണോ? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാണല്ലോ സത്യം പറഞ്ഞാൽ മിണ്ടാതെ പോട്ടെ എന്ന് വെച്ച് പറഞ്ഞു കഴിഞ്ഞാണല്ലോ ജനങ്ങളെ വീണ്ടും മണ്ടരായിക്കൊണ്ടിരിക്കുക. എന്തൊരു ആവശ്യമുണ്ട് പഞ്ചായത്തിലോ, എന്തൊരു ആവശ്യം കൊണ്ട് വില്ലേജിലോ, ഏതൊരു ഓഫീസിലും ചെന്ന് കയറി നോക്കിയേ. കാശിനൊരു കുറവില്ല, പെട്രോൾ അടിക്കുന്നതിന് കുറവില്ല, എല്ലാത്തിനും അരി വാങ്ങിക്കുന്നതിന് എല്ലാം ഈവൻ പേസ്റ്റ് പോലും നിക്കറിൻ്റെ വള്ളി വരയ്ക്കും നൂല് വാങ്ങിക്കാൻ വരെയും അമ്മർക്ക് ടാക്സ് എടുക്കും. എല്ലാത്തിനും ഉണ്ട്. ജനങ്ങളുടെ ജീവൻ ഇവിടെ യാതൊരു വില, പട്ടിക്ക് വിലയാണ്. ഒരു പാവം പിടിച്ചെന്നാണ് അവിടെ മണ്ണിനടി കിടക്കുന്ന ഒരു പാവം പിടിച്ചവനാണോ? ഇത്ര സങ്കടമുണ്ട് ഇതൊക്കെ പറയുന്നത്. ഇത്രയും നേരം വളരെ സങ്കടത്തോടു കൂടിയാണ് ഇത് പറയുന്നത്. കണ്ടു നോക്കിയേ എന്തുമാത്രം വാഴ, ഈ വീടുകളൊക്കെ എന്തുമാത്രം നിൽക്കുക. ഈ ഇതിനകത്തോട്ടൊക്കെ നാളെ ഇനിയിപ്പോൾ ഉറപ്പാണ് അവനിപ്പോൾ ഈ ജനലും അടിച്ചു പൊട്ടിച്ചു. നാളെ ഇതിൽ ഇനി വീണ്ടും കയറി വന്ന് ഈ വീടൊക്കെ ഈ പ്രശ്നം ഉണ്ടാക്കത്തില്ലെന്ന് എന്നാ ഉറപ്പ്?
ഇവിടെ തന്നെ ജനങ്ങൾ എന്നെ ചുമ്മാ ജീവിക്കുന്നതാണോ? കരമടച്ചല്ലേ ജീവിക്കുന്നത്? പക്ഷെ എന്നാ ചെയ്യാനാന്ന് നോക്കിക്കോണേ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ എന്തായാലും അടിയന്തരമായിട്ട് പറ്റുവാണ് ഉടുപ്പുണ്ടെങ്കിൽ ഒന്ന് ഇടപെടാൻ നോക്ക്. എനിക്ക് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. പറഞ്ഞ് തൊണ്ടയിലെ വെള്ളം പറ്റി നാറികൾ. ഇതിനും പല പ്രാവശ്യം വന്നിട്ടുണ്ട് ആന. പക്ഷേ നമുക്ക് ഇങ്ങോട്ട് യാതൊരു ഉപദ്രവങ്ങളും ചെയ്തിട്ടില്ല. അതിവിടെ വരും, എവിടെയെങ്കിലുമൊക്കെ വല്ലതൊക്കെ തിന്നിട്ട് പോകും. അല്ലാതെ നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ആന ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇന്നലെ കറക്റ്റ് 1 മണിക്ക് വന്നപ്പോൾ ഞാൻ സത്യത്തിൽ വിചാരിച്ച് ഏതെങ്കിലും ആൾക്കാർ വന്നത് കള്ളന്മാരുമല്ലോ അങ്ങനെയുള്ള ആ സമയത്ത് ആരോ വന്നതാണെന്ന് ആദ്യം ധരിച്ച് ഈ ഫെൻസിങ് അതങ്ങ് പറിച്ചു. ഇതാണ് ഒച്ച കേട്ടത്. അപ്പോൾ അത് പറിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അവിടെ കൊണ്ടുകൊണ്ട് എണീറ്റ് കഴിഞ്ഞ് ഞാൻ സാധാരണ ഒരു ഒച്ച ബഹളം കേട്ട് അപ്പോൾ പുറത്ത് വരും. പക്ഷേ ഞാൻ ജനൽ തുറന്നു കഴിഞ്ഞപ്പോൾ അവനെ അവിടെ വന്ന് നിൽക്കുക. എന്നെ കണ്ടു ഓടി ആ ജനലിൻ്റെ അങ്ങോട്ട് വന്നത്. അപ്പോൾ പിന്നെ ഞാൻ അവിടെ നിന്ന് ഓടി നേരെ ബാത്റൂമിനകത്ത് കയറി വാളടച്ചു. അവിടെ നിന്നുകൊണ്ട് പോലീസ്. അല്ല, ഈ മൃഗങ്ങൾക്ക് കൊടുക്കേണ്ട ഫുഡ് വനത്തിനകത്ത് കൊടുക്കേണ്ടതിന് പകരം ആ പൈസ വാങ്ങിച്ച് പുട്ടടിക്കുമാർ അല്ലേ? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. വനത്തിനകത്ത് വെക്കേണ്ട മരങ്ങൾ വെച്ചുകൂടെ? അതായത് സെന്ന, അത് തേക്ക് എല്ലാം പ്ലാന്റേഷനാണ്. മൃഗങ്ങൾക്ക് പോകേണ്ട ഒരു പാത്തുണ്ട്. ആ പാത്തെല്ലാം കെട്ടി അടച്ചു വെച്ചിട്ട് ഞങ്ങളെപ്പോലുള്ളവർ ഇങ്ങനെ വന്ന് തെറി പറയുകയല്ലാതെ ഒരു ഉളുപ്പെന്ന് ഒരു സാധനമല്ല. ഇപ്പോൾ തന്നെ യൂക്കാലിപ്റ്റസിൻ്റെ ഈ ഇടയ്ക്ക് ഗവിയിൽ ഇതുമാത്രം യൂക്കാലിപ്റ്റസാണ്. ഒരു സൈഡിൽ നിന്ന് കേന്ദ്ര സർക്കാരിൻ്റെ നിയമം പറഞ്ഞിട്ട് വെട്ടി നശിപ്പിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് ഇവന്മാർ വെച്ച് പിടിപ്പിക്കുക. ആ അച്ചങ്കോൽ ഭാഗത്തോടൊക്കെ ചില മൃഗങ്ങൾക്ക് പോകേണ്ട പാസേജ് എല്ലാം കെട്ടി വറച്ച് അതിന് പ്രത്യേക കാവലും കൊണ്ട് വെച്ചേക്കുക. ഞാൻ എത്രയോ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതൊന്നും ആർക്കും മനസ്സിലാകത്തില്ല. ജനങ്ങൾക്ക് മറവി എന്നുള്ളൊരു രോഗം ഉള്ളതുകൊണ്ട് ഇതെല്ലാം മറന്നു പോകണം. ഒരു 10 ലക്ഷം രൂപ കണ്ടപ്പോൾ തന്നെ കണ്ണ് മഞ്ഞിലേക്കാണ്. ഒരു കുടുംബത്തിൽ ഒരു നാദം മരിച്ചു പോകുമ്പോഴല്ലോ എന്തുമാത്രം ബുദ്ധിമുട്ടായിരിക്കും ആ കുടുംബത്തിനുണ്ടാകുന്ന സ്ട്രെയിനുകൾ. സാറുമാർക്ക് നികുതിപ്പണം, സാറുമാർക്ക് ശമ്പളം വേണം, ഞങ്ങളുടെ നികുതിപ്പണം വേണം. നിയമം പറയുമ്പോൾ സാറുമാർ കേന്ദ്രത്തിലെ നിയമം പറയും. ഇതാണ് ഇവിടെ നടക്കുന്നത്. എന്തൊരു നാടാണിത്. എന്തായാലും പഠിച്ച സത്യം പറഞ്ഞാൽ സങ്കടമുണ്ട് കേൾക്കുമ്പോൾ. രാത്രി പാതിരാത്രിക്കല്ലേ വരുന്നത്? എത്ര മണിക്കാണ് വരുന്നത് നിങ്ങൾ? ഈ പാതിരാത്രി ഈ ആന വന്ന് നടുറോടി നിന്നാലത്തെ അവസ്ഥ എന്തുവാ? അത് തന്നെ നമ്മളെന്നും ഇങ്ങനെ വീഡിയോയിലൂടെ വന്ന് പറഞ്ഞു ഞങ്ങൾ വെട്ടുകാർ 3 മണിക്ക് തോട്ടത്തിലുണ്ടായിരുന്നു. അവിടെ വേറൊരു പെണ്ണാന ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടാനുണ്ട്. ഇത് വലിയ ആന അവിടെ വന്നേ. അതിന് ചെറിയ ആന താഴെ ഉണ്ടായിരുന്നു, തോട്ടത്തിലുണ്ടായിരുന്നു. അപ്പോൾ തോട്ടത്തിൽ വെട്ടുകാരെ അവിടെ വന്നു കഴിഞ്ഞ് എന്നെ ഉടനെ വിളിച്ചു. സാറേ ഇങ്ങനെ മാതിരി ആന വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ എവിടെയാണ് നിൽക്കുമ്പോൾ തോട്ടത്തിൽ വേഗം കയറി പോകാൻ പറഞ്ഞു. ഇവിടെ ആനയുണ്ട്. അപ്പോൾ ആ ഒരു ആന താഴത്ത് നിൽക്കണം എനിക്കറിയില്ല, കാരണം അങ്ങോട്ട് നോക്കാൻ പറ്റിയല്ലോ. അപ്പോൾ അവരോട് ഞാൻ വേഗം കയറി പോകാൻ പറഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കും ഫോറസ്റ്റുകാർ അവിടെ ചെന്നു. അവർ ഫോറസ്റ്റുകാർ പറഞ്ഞ് തോട്ടത്തിൽ കയറേണ്ട വീട്ടിൽ പോകാൻ പറഞ്ഞു. അവരെ പറഞ്ഞു വിട്ട്. അത് കഴിഞ്ഞിട്ട് അവരിവിടെ വന്ന് അത് കഴിഞ്ഞിട്ട് ആന ഇവിടെ നിന്ന് കയറി അപ്പുറത്തെ ഒരു വീട്ടിൽ കയറി. അപ്പുറത്തെ വീട്ടിൽ കയറി അവിടെയുള്ള കുറേ കപ്പയും പിന്നെ വാഴയും ഇതിൻ്റെ ബാക്കിൽ അങ്ങേ സൈഡിൽ അപ്പുറത്തെ വീട്ടിൽ പോയാലോ? കുഴപ്പമില്ല. അടിവാരത്ത് കണ്ടത് ആ വീട്ടിലാണ് ആന ഇപ്പോൾ വന്നത്. ഇവിടെ എത്ര വീടാണ്? 1, 2, 3, 4, 5, 6, 7, 8 അങ്ങോട്ടെല്ലാം വീടല്ലേ? പക്ഷെ എന്തോ പറയാനാണ് എൻ്റെ ദൈവമേ. ഇവിടെയൊക്കെ ഇനി ആന കയറി വന്ന് ഇപ്പോൾ 2 ആന ഉണ്ടെന്നാണ് പറഞ്ഞപ്പോൾ. ഒരു പെണ്ണാനയും വന്നു, ഒരു പിടിയാനയും ഒരു ഈ ദൈവമേ. ഇപ്പോൾ രാത്രിയിലൊക്കെ ഇങ്ങനെ വണ്ടി കൊണ്ട് വരുന്ന സമയത്ത് മുന്നിൽ ചാടിയല്ലോ. കഴിഞ്ഞതുകൊണ്ട് ഒരു കാട്ടുപോത്ത് തന്നെ ഒരു മോട്ടർ എടുത്ത് അടിച്ച് ഓർമ്മയുണ്ടല്ലോ. ഇദ്ദേഹത്തിൻ്റെ വീടാണ്. പേര് രാജീവ് അല്ലേ? താഴത്തെ വീട്ടിൽ വന്നു പറഞ്ഞു. താഴത്തെ വീട്ടിൽ വന്നല്ലേ കപ്പയൊക്കെ നിന്നു അല്ലേ? പക്ഷെ ഇവിടുത്തെ സാധാരണപ്പെട്ട ആൾക്കാരാണ് ഇവിടെ ജീവിക്കുന്നത്. എന്നാ പറയാൻ, നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഇവിടെ ഉടനെ തന്നെ അടിയന്തരം നോക്കി ഉടനെ തന്നെ ആരെങ്കിലും ചവിട്ടി കൊല്ലുക. എന്നിട്ട് അവർക്ക് 10 ലക്ഷം രൂപയും കൊടുത്തിട്ട് അവരെ ഒതുക്കത്തിൽ പറഞ്ഞു വിടും. ഇതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഞാൻ എഴുതി പറയുക, കേരളത്തിൻ്റെ പല ഭാഗത്തും ഇന്ന് ഈ ഒരു ഭാഗത്തും ഇത് നടക്കാത്തത്. ഇത് നടത്താൻ വേണ്ടി തന്നെ ഉടനെ ഉള്ളൊരു ഇടം ഞാനാണ്. എനിക്കൊന്ന് ഇനി ഇമാർ കുറച്ചുകാരൻ ഇനി അവിടെ കാട്ടിക്കറി ഇങ്ങോട്ട് ഓടിച്ചു വിടുന്നതെന്ന് പറയാനൊക്കത്തില്ല. കാര്യം ജനങ്ങളെ എങ്ങനെ ഇവിടുന്ന് ഓടിക്കണം. അവരുടെ പ്ലാനുകൾ ഇവിടെ വർക്കൗട്ട് ആവണം. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവരാണല്ലോ വീഡിയോ എടുത്ത് ഇങ്ങനെ കഥകൾ പറയുന്നത്. വെള്ളം ഇങ്ങോട്ട് കയറി കിടപ്പല്ലേ? ഒരുപാട് വീടുണ്ടല്ലോ. നമ്മുടെ അജയൻ്റെ വീട് ഇവിടെ ഒരു വീടില്ലായിരുന്നു? അജയൻ്റെ അമ്മയ്ക്ക് അതല്ലേ? അവിടെ ആളുണ്ടോ? താമസമുണ്ടോ? അജയൻ്റെ അമ്മയുണ്ടോ? അജയൻ്റെ അപ്പൻ ആശുപത്രിയിലല്ലേ? പുള്ളി ഉണ്ടോ ഇവിടെ? അല്ലോ ഇങ്ങോട്ട് വരുന്നില്ല. എന്നാ ഇതെന്തിൻ്റെയാ? ആന വന്നോണ്ട് വന്നതാ ഞാൻ. ഇത് ജനങ്ങളൊക്കെ അറിയട്ടെ. ഇത് നിങ്ങളുടെയൊക്കെ അവസ്ഥകളെ പേടിച്ച് കടിക്കോ? ഒരു ചെറിയ അമ്മ എടുത്തു. എവിടെ? ഇവിടെ അമ്മയുടെ ബസ് വന്നോ? ഇവരുടെ അല്ലേ? അമ്മ രാത്രി കണ്ടോ? ആനയെ കണ്ടോ? പടക്കമൊക്കെ വിട്ടല്ലേ? എന്നാ പറയാനാന്ന് നോക്കാം. കഴിഞ്ഞ പ്രാവശ്യം അല്ലേ? അവിടെ
അടുക്കള വാക്ക് ആഹാ കഴിഞ്ഞ ദിവസം വന്നിട്ട് പോയതാ. പാട്ട വെച്ച് ഞാൻ കമ്പ് വെച്ച് അടിച്ചു ആ. അടിച്ചിട്ടും അത് പോയില്ല. ആഹാ ഹാ ഹാ ഒടുവിൽ മോനെ 2-3 അമറിയപ്പോഴത്തേക്ക് അങ്ങ് പോയി. പോയി. ഭയങ്കരനാനെയാ വലിയ ആന അല്ലേ? ഭയങ്കരനാനെ. ആ ഹാ 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 ആ ഞാൻ എടുക്കാൻ പറ്റുമോ? പിന്നെ ഞാൻ കാല് ആ പന്നി കയറുന്നേ. പന്നിയുണ്ട് ഇവിടെ അല്ലേ? പന്നി ഇഷ്ടം ശ്ശോ, എന്നാ പറയാൻ ആന കയറി നശിപ്പിക്കുക എൻ്റെ ദൈവമേ. പടക്കമൊക്കെ വിട്ട് ആഹാ ആ പൊളിച്ച് കയറി വന്നു. ആ ഇടി പൊളിച്ച് അപ്പുറത്തോട്ട് നിൽക്കാം അപ്പുറത്ത് നിന്നാൽ കറക്റ്റ് കാണാം. ഓ എൻ്റെ ദൈവമേ എന്തൊരു കഷ്ടമല്ലേ. ആ അങ്ങോട്ട് അങ്ങേറ്റത്ത് നിന്നാക്കാം. അങ്ങേറ്റ പട്ടി കടിക്കുമല്ലോ. തുടങ്ങാന്നോ ഇനി വേടാ. അപ്പം നീ ഇന്നലെ ആനയെ കണ്ടോ? അയ്യോ ദൈവമേ അതെ ഇവിടെ താഴെ ഇറങ്ങി വന്ന് താഴെ എന്നാന്ന് തോന്നുന്നു. അവൻ അതിലേതാ അല്ലല്ല, അവിടെ ഞങ്ങൾ ഓടിച്ചപ്പോഴാണ് ഇങ്ങോട്ട് വന്നേ. ഇവിടെ പൊളിച്ചല്ലേ? ഇങ്ങോട്ട് വന്ന് അവിടെ നിങ്ങൾ ഓടിച്ചപ്പോൾ അവനെ ഇവിടെ വന്നു. ആ ഇറങ്ങി പോയിട്ടുണ്ടോ? ഇവിടെ തന്നെ ഉണ്ടോ? എനിക്ക് ഭയങ്കര കാടാണ്. ഒരു ആന എന്നപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്തില്ല. രാത്രി എങ്ങനെ ടോർച്ച് എടുത്ത് അല്ല ആ പുള്ളിക്കാരൻ വിളിച്ച് ഫോൺ വിളിച്ചാൽ എന്താ പറയുന്നത്? ഭയങ്കര പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം വന്ന് വേണ്ട ഏതൊക്കെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൃത്തിയാക്കി മറ്റുള്ള ആളുകൾക്ക് ഉപദ്രവമില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയുണ്ട് ആള് പൊതുവെ? എങ്ങനെയുണ്ട്? നല്ല മനുഷ്യനാണ്. ഓക്കെ ഇതാണ് ഈ വെള്ളത്തിൽ എനിക്കിത് വെള്ളത്തിൽ കൂടെ കയറുമോ അതോ അപ്പുറത്തൂടെ കയറുമോ? ഇത് ഡാമിൻ്റെ വെള്ളമല്ലേ കിടക്കുന്നത്? ആ സൈഡിൽ കൂടെ അല്ലേ? അക്കരെ കിടക്കും അല്ലേ? ആ വഴിക്ക് തന്നെ. കഴിഞ്ഞത് പള്ളിപ്പള്ളിയുടെ അടുത്തൊരു വീട്ടിൽ വരെ ചെന്നായിരുന്നു. അതല്ല അവിടെ അല്ല, അതിന്റെ മേളിൽ കയറി. അപ്പൊ കവുങ്ങ് നിൽപ്പുണ്ടായിരുന്നു. കവുങ്ങിന്റെ ആ റോഡിന്റെ മേളിൽ കയറി. ശോ എന്നാ അവസ്ഥയല്ലേ. അളിയും പുതിയ ഹൈവേ ഉണ്ടാക്കുമെന്ന് തോന്നുന്നു. എന്നും വന്നു ആറിനക്കര അല്ലേ? ഇവിടെ എന്താ കാണാൻ പറ്റുമോ? അവിടെ അല്ലേ? അപ്പോൾ എന്തുവായാലും ഇന്നലെ ഫോറസ്റ്റുകാർ വന്ന് എന്തുവായാലും ഇത്രയും പണി ഒപ്പിച്ച് തന്നു. എന്തായാലും ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥകൾ. അപ്പോൾ എന്തായാലും ഞങ്ങൾ മുന്നോട്ട് പോവാണ്. ഫോറസ്റ്റുകാർ അതിന് അത് പറയാനത് ഇവിടെ ഇടിച്ച് പറഞ്ഞ് താഴെ പോയല്ലേ? അതെ പോ, പട്ടി കടിക്കുമല്ലോ. മാറിക്കടി അവിടേക്ക് ഒന്നുമില്ല. ഞാൻ കാലം പിടിച്ചടിക്കും പോലെ വരില്ല. പൊക്കോ വന്നാ നമുക്ക് അന്നേരം നോക്കാം. അല്ല കടി പൊട്ടിക്കഴിഞ്ഞാൽ ഒന്നാമത് എല്ലാം പ്രശ്നമായിരിക്കും ആകെ. ഇതല്ലേ അയ്യോ എനിക്ക് ഇറങ്ങാൻ അല്ലേ? അതല്ലേ എൻ്റെ കാലേ. അപ്പോൾ ഈ ഡാമിനകത്തൂടാന്ന് വരുന്നല്ലോ. നീന്തി കിടക്കും അല്ലേ? ഇത് നമ്മുടെ സ്ഥലമാ ചേച്ചിയുടെ. പറ്റത്തില്ലല്ലേ? അത് ശരിയാ. ഇവിടെയൊക്കെ നല്ല ടൂറിസം ഒക്കെ വന്നാൽ നല്ലപോലെ അതെ സാറേ. നിങ്ങൾക്ക് ടൂറിസം വലിയ ചെറിയ ഷെഡൊക്കെ വെച്ച് കൊടുത്താൽ പിള്ളേർ പ്ലാൻ ഉണ്ടല്ലേ? ഹോം സ്റ്റേ ആക്കണോ? ഈ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് വീഡിയോ ഒക്കെ ചെയ്തേ ഉണ്ടല്ലേ? അതാ ഡാം. ഇവിടെ അപ്പുറം കാണത്തില്ലേ സൈഡ് എഡ്ജ് ചെയ്യുന്ന? എവിടെ എഡ്ജ് ചെയ്യുന്ന? അവിടെ അല്ലേ? ഒന്ന് കാണാൻ വ്യൂ അതെ. പക്ഷേ ഈ എന്തോ അടിപൊളി സ്ഥലമാണെന്നറിയോ? നമ്മുടെ നാടൻ ചിറ്റാല കണ്ണായ സ്ഥലമാണ്. അപ്പോൾ നമ്മുടെ പ്രസിഡൻ്റൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഇതൊക്കെ ഏറെ ആറ്റിലേക്കല്ലേ? ഇത് കടവായിരുന്നു. ഇനിയിപ്പോൾ ഇതായിപ്പോയല്ലേ? ഇത് കടവായിരുന്നല്ലേ? അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മലയുടെ മണ്ടയിൽ നിന്ന് കണ്ടത് അതെവിടാ? ആ ഭാഗത്താന്ന് തോന്നുന്നല്ലേ? അതുകൊണ്ട് ആ മല, ഞങ്ങൾ ആ മല മേളിലാണ് ഞങ്ങൾ നിന്ന് കണ്ടത്. അതായത് അവിടെ മേലൊരു പാറയുണ്ട്. നീന്തി കയറും അല്ലേ? നമ്മൾ തോന്നുന്നു അവിടെ ആ ഭാഗത്ത് അവിടെ വണ്ടി ഇറങ്ങിച്ചല്ലോ. അവിടെ പാറക്കെട്ടിനോട് അവിടെയാണ് ഞങ്ങളന്ന് പോയത്. ആന അതിലെയാണ് കയറിയെന്ന് പറഞ്ഞത്. ഇത് ഡാമും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല സെറ്റപ്പ് സ്ഥലമാണ്. പക്ഷേ ആനയുടെ ശല്യം ഇല്ലെങ്കിൽ കുഴപ്പമില്ല.
വരാം. അന്നേരം ചിറ്റാറ് വരാം. അതൊരു കാര്യമാണ്. ഫോറസ്റ്റുകാർ ഇത് ഫുഡും കൊടുത്ത് ഇവിടെ ഒരു അതിനൊരു സെറ്റപ്പും ചെയ്ത് ഫുഡും കൊടുത്ത് അവർ ആന സവാരിയും കാര്യങ്ങളൊക്കെ വെച്ചാൽ ആന ഇവിടെ വന്ന് അത് കാര്യങ്ങൾ പൊക്കോളും. ഈ തെറിവിളി കേൾക്കേണ്ട വല്ല കാര്യമുണ്ടോ? അല്ലേ? എൻ്റെ തെറിവിളി തന്നെ കേട്ടുകൊണ്ടിരിക്കുക. അതെ, ഞാൻ ശത്രുപക്ഷമാണല്ലോ, അവരെന്നെ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. ഏറ്റവും വലിയ ശത്രു മില്ലുകാരനാണ്. നല്ല കൊമ്പനല്ലേ? അതിന് നല്ലപോലെ തീറ്റയെ കൊടുത്ത് അതിന് ഇണക്കിയെടുത്ത്. അതെ, ആനസവാരി ആ കാര്യം ഞാനേറ്റ്. ആനസവാരി നടത്താനുള്ള സൗകര്യം ആന നല്ല ഇതാണല്ലേ. പക്ഷെ എന്തോ ചെയ്യാൻ ഒരു എന്തുമാത്രം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അതെ, ചിറ്റാറിനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഇക്കോ ടൂറിസം നടത്താൻ പറ്റുന്ന ഒരു നല്ല ടെറൈനാ ബെസ്റ്റ് പ്ലേസ് ആണ്. എവിടെ എവിടെ? ആ, ഇവിടുന്നോ? അക്കരെ കൂടെ. അതാണ് അവിടെ ഇറങ്ങുന്നത്. അവിടെ നല്ല വാട്ടീസ് ഉണ്ടേ, വാട്ടീസ് അവിടെ അക്കരെ അവരും ഇവരുമൊക്കെ കൊണ്ടിട്ട് നേരത്തെ അല്ലേ. പക്ഷെ എന്നാ ചെയ്യാൻ, ആനയെ പേടിച്ചിപ്പോൾ ഓറ. ചെവി ഫ്രണ്ടിലായി പോയി അവൻ കേട്ട് കാണത്തില്ല. ഒന്നാമതെ പഞ്ചായത്ത് കിട്ടുന്നത് തുച്ഛമായ ഫണ്ടാണ്. അപ്പോൾ തുച്ഛമായ രീതിയിലുള്ള ചെറിയ കട്ടയിട്ടാണ് കിട്ടുന്നത്. കുമ്പിക്കൈ വിട്ട് ചെറിയൊരു തള്ളിയ കട്ട ഗോപി, കട്ടയുടെ കാര്യം ഗോപി. അതല്ലേ ആ പറഞ്ഞു. നമുക്ക് അടച്ചുറപ്പുള്ള വീടെന്ന് പറയും. പക്ഷേ ഇതിപ്പോൾ എന്ത് അടച്ചുറപ്പാണ്? ഒരാന വന്നൊരു കുത്തി കഴിഞ്ഞ പരിപാടി മൊത്തം കഴിഞ്ഞു. ഷോ, എന്നാ അവസ്ഥയല്ലേ. അപ്പോൾ നമ്മുടെ ഈ പിന്നെ ഏത് മെമ്പറാന്ന് പറഞ്ഞാലും മെമ്പറോട് ഞങ്ങൾ ഒത്തിരി നാൾ കൊണ്ട് പറയാം. മെമ്പർ പറഞ്ഞ് ശരിയാക്കി തരാമെന്ന്. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ കുറേ എണ്ണത്തിന് വഴിയാതെ കിടക്കുന്നവരാണ്. വെള്ളം വേണ്ടായി. അതിന് എന്തുവേലും പ്രസിഡന്റ് അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരണമെന്ന്. അത് പ്രസിഡന്റ് കാണട്ടെ. അല്ല, പ്രസിഡന്റിനോട് ഞങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ്റെ ഇതാണ് പറയാം. ഇപ്പോൾ പ്രസിഡന്റ് വരുന്നുണ്ട്. ആ പുള്ളിക്ക് പരാതിയുണ്ടോ? നോക്കുന്നു നോക്കുന്നു. അതെ, ആന വന്നിട്ട് ആനയുടെ കഥ പറ. കണ്ടോ? ആനയുടെ അവിടെ വെക്കുന്നുണ്ട്. രാഹുലും ഞാനും കൂടെ ഇവിടെ ഇറങ്ങിയിരുന്നു രാത്രിയിൽ. അപ്പൊ അവന് അങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പോകണ്ടെന്ന്. എന്താന്ന് വെച്ചാൽ ഇപ്പൊ ഇവിടെ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ ഒരെണ്ണത്തിന് ഇവിടെ ആളില്ല. നമ്മൾ പറയുന്നതിൻ്റെ ഗൗരവം മനസ്സിലാവും. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കുക. കാരണം ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ അടുത്തുള്ള ആർക്കെങ്കിലും പോയെന്ന് പറഞ്ഞാൽ നമുക്ക് പോയതുപോലെ. കാരണം നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നത് അല്ലേ, നമ്മൾ ജനിച്ചു പറഞ്ഞ നാട്ടിലാണ്. ഇപ്പോൾ അത് പറയാം. എന്താണെന്നറിയാം, ബുദ്ധിമുട്ടാണ്. എന്താണെന്നറിയാം, ഞാൻ കാണിക്കുന്നത് എന്താണെന്നറിയാം, മുട്ട് മരുന്ന് വെച്ചിരിക്കുക, ചെയ്തിരിക്കുക. വയ്യാത്ത അവസ്ഥയെ കൊണ്ടാണ്. കുറേ നാൾ കൊണ്ടുള്ള ആക്കി അങ്ങ് റെഡിയാവും, എല്ലാം റെഡിയാവും. ഓക്കെ, പൊക്കോട്ടെ. മമ്മി സുഖമായിട്ടിരിക്കുന്നു, സന്തോഷമായിട്ടിരിക്കുന്നു. പോകട്ടെ. ഇതേ പയ്യനെന്തിയേ? പൊക്കോട്ടെ. അതെന്ത് പറയാം, അതെല്ലാ വാർഡിലും അങ്ങനെ. ഓടിച്ചിപ്പോട്ടകത്ത് പ്രത്യേകം പ്രതിപാദിക്കുന്നുണ്ട്. കൊണ്ടുവെക്കാനേ പറഞ്ഞില്ല, വെള്ളം തരാൻ പറഞ്ഞിട്ടില്ല, കൊടുക്കാൻ പറഞ്ഞില്ല. ഇപ്പോൾ ആ ചേച്ചി അതിനെപ്പറ്റി പറഞ്ഞു, വെള്ളത്തെപ്പറ്റി. അപ്പോൾ അതൊരു വിഷയമാണ്. ഇപ്പോൾ പ്രസിഡന്റ് വരുമ്പോൾ കുടിവെള്ളം വിഷയമാണ് എല്ലാവരുടെ അവസ്ഥ. കുടിവെള്ളമാണ് എല്ലാവരുടെയും പ്രശ്നം. അത് 10-20 വീട്ടുകാരും വെള്ളം വരുന്നത് അല്ലേ. നല്ല പറ്റാത്ത ഉറവയാണ്, അതുകൊണ്ട് രക്ഷപ്പെട്ടു. ആണല്ലേ, ഞങ്ങളല്ലേ. താങ്ക് യു, അത് നല്ലൊരു ബിഗ് സല്യൂട്ട്. അപ്പോൾ എന്തായാലും ഇത് ഈ ടാങ്ക് ഇങ്ങനെ കൊണ്ടുവച്ചേക്കുന്നതേ പുരാവസ്തു ഗവേഷണശാലയിൽ നിന്ന് ഗവേഷണം ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ. ഇനിയും അവിടുത്തെ പോളിഫോം ചെക്ക് ചെയ്യാനാന്നോ? ആശാനെ, ഒരു ടാങ്കിൽ നിന്ന് കയറി ഇറക്കി. നമ്മുടെ ഡാമിന് 3-4 ഷട്ടർ ഉണ്ടല്ലോ. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഒരു ഷട്ടറിനകത്തൂടെ വെള്ളം ഇതിനകത്ത് കയറുന്നു, അടുത്ത ഷട്ടർ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പറേറ്റർ വല്ലതും ഉണ്ടോ ഇവിടെ? പ്രത്യേക നൂതന സാങ്കേതിക വിദ്യ, പ്രത്യേക പൈപ്പ് കൊടുത്ത് അടി വലിയ കൂടാരമൊക്കെ ഉണ്ട്. പട്ടി ഇടാനുള്ള പട്ടിക്കൂടൊക്കെ ഉണ്ട്. അല്ല, മോട്ടർ വീട് പട്ടിക്കൂട് അങ്ങനെ പറയല്ലേ. കണ്ടില്ല, നല്ല അടിപൊളി ഒരു പട്ടി കിടക്കാനുള്ള കറക്റ്റ് പട്ടിക്കൂട് വരെ ഉണ്ട്. നല്ല സെറ്റപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചെയ്തവർക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പന്തൻ ലൈക്ക്. അപ്പോൾ എന്തായാലും റെയിൻബോയുടെ 3 ലെയറിൻ്റെ പ്രത്യേക രീതിയിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രത്യേക രീതിയിലുള്ള ലെയർ ഞാൻ പറയുന്നില്ല, 3 ലെയറാണ്. അതിൽ ടാങ്കാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒക്കെ പറയുമ്പോൾ ആധികാരികമായിട്ട് പറയണം. കേട്ടോ, പ്രത്യേക പൈപ്പ് നോക്കിയേ, 2 പൈപ്പാണ് നോക്കിയേ. ചെക്കിങ് കഴിഞ്ഞ് പോളിഫോമിൻ്റെ ചെക്കിങ് കഴിഞ്ഞ് താഴെ വീഴാൻ വേണ്ടി പ്രത്യേക 2 പൈപ്പാണ് കൊടുത്തിരിക്കുന്നത്.
അപ്പോൾ താഴെ പൈപ്പ് കൊടുത്തുണ്ടോ? എനിക്ക് വയ്യ, സെറ്റിങ്ങാണ് ഫുള്ള്. അത്യാവശ്യക്കാർക്ക് അത്യാവശ്യക്കാർക്ക് പ്രത്യേകം. അതെ, അതും സി ചാനൽ കേട്ടറല്ല ചെയ്തേക്കുന്നത്, സി കേട്ടറല്ല ചെയ്തേക്കുന്നത് ആണല്ലേ. അത് ഇങ്ങനെയുള്ള നൂതന സാങ്കേതിക വിദ്യ കാരണം ഞങ്ങളുടെ പഞ്ചായത്ത് കാരണം പ്രത്യേക സാങ്കേതിക വിദ്യ കേട്ടോ, അപാരം തന്നെ. അതെ, ഇതൊക്കെ എങ്ങോട്ട് പോകുന്നാവും? ഇതൊക്കെ ദഹിച്ച് അകത്തോട്ട് പോകുമോ അതോ ഇനിയും? അതെ, അപ്പോൾ എന്തായാലും കാണാം. അതെ, ഞങ്ങളിപ്പോൾ ഇവിടുത്തെ ഒരു ആനക്കേസ് വന്നപ്പോഴാണ് ഇവിടുത്തെ നൂതന സാങ്കേതിക വിദ്യ കണ്ടത്. ഇങ്ങനത്തെ നൂതന സാങ്കേതിക വിദ്യയൊക്കെ ചെയ്യുമ്പോൾ പ്രകൃതിയുടേതായിട്ടുള്ള രീതികളൊക്കെ ആനയെ പോലുള്ളവരൊക്കെ ഇറങ്ങി വന്ന് അത് പണി തരും. അപ്പോൾ ആ പണി തരാതെ ജനങ്ങൾക്ക് വല്ലതൊക്കെ കൊടുത്താൽ, നന്മ ചെയ്താൽ നിങ്ങളുടെ വീട്ടിലും നന്മയുണ്ടാവും അല്ലേ. കാണാം. വോട്ട് മാത്രം പ്രതീക്ഷിക്കരുത്, വോട്ട് മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് നന്മ ചെയ്യാൻ പഠിക്കുക. അല്ലാതെ വോട്ട് മേടിച്ചിട്ട് വല്ല 5 സ്റ്റാർ ഹോട്ടലിരുന്ന് പുട്ടടിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ പലതും കേൾക്കേണ്ടി വരും. ഓക്കെ, കാണാം സമാധാനത്തോടെ മില്ലുകാരൻ കേട്ടോ. അല്ല, ഇന്നലെ ആനെ കണ്ടോ? വീഡിയോ കാവലാണ് അല്ലേ, കാവലാണ്. ഫോറസ്റ്റുകാരെക്കാളും വളരെ ഡീസൻ്റായിട്ട് അവൻ കാവൽ നടത്തും. അതാണ് ഇവിടുത്തെ പട്ടിക്കെങ്കിലും ഇതിന് നന്ദിയുണ്ട്, അത് കൊടുക്കുന്ന ആഹാരത്തിന് നന്ദിയുണ്ട്. അപ്പോൾ എന്തായാലും ഓക്കെ. അപ്പോൾ പരിചയം ഞങ്ങൾ പോവാണേ. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കേ. അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ്. കമ്പനിയുടെ പേര് പറയല്ലേ.